എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ CPM-ൽ ഒരു പുതുചേരി ഉയർത്തു വരുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ വീണ്ടും റിബൽ ശബ്ദങ്ങൾ, വിമത ശബ്ദങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളെ ചിന്തിക്കാൻ വരട്ടെ. എങ്ങനെയാണ് ഒരു പുതുചേരി, പുതുചിന്ത ഉണ്ടാകാതെ വരിക ഇനിയെങ്കിലും CPM-ൽ? കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിന്റെ മുഖ്യമന്ത്രിയായി CPM-ന്റെ ഫേസ് ആയി നിൽക്കുക. എത്ര നിലപാടുകൾ തെറ്റിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. പാർട്ടി അദ്ദേഹത്തിനെ കരുതലോടെ പിണറായിയെ കാത്തുവെക്കേണ്ടപ്പോഴൊക്കെ കാത്തുവെച്ചിട്ടുണ്ട്. CPM-ന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടാത്ത മുഴുവൻ അപ്പർ ഹാൻഡും കരുതലും പാർട്ടി കൊടുത്തിട്ടുണ്ട് MP ഗോവിന്ദനും. ഇനിയും അതിനപ്പുറത്തേക്ക് ഇവരെ താങ്ങണമെന്ന് പറയാൻ ഈ പാർട്ടി അതിശക്തമായ ബലപ്പെട്ട ഒരവസ്ഥയിലല്ല കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. സഖാക്കൾക്കിടയിൽ ചോദ്യമുണ്ട്, പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ചോദ്യമുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവസാനം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഞാനും പിണറായിയും മാറിയാൽ പിന്നെ ആരാണ് ഇവിടെ ഈ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ളത് എന്ന രാഷ്ട്രീയ അപമര്യാദയുടെ വർത്തമാനം പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. പാർട്ടിക്കെതിരെ റിബൽ പറയുന്ന വലിയ ശബ്ദമായി നിങ്ങൾ ഇതിനെ കാണണ്ട. M സ്വരാജിനും അതുപോലെ തന്നെ K ബാലഗോപാലിനും P ജയരാജിന്റെയും ഒക്കെ നേതൃത്വത്തിൽ, P രാജീവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പുതിയ ഒരു ചേരിക്ക് M.A. ബേബിയുടെ നേതൃത്വത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതി തന്നെ മതി ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക്. അതിൽ മാറി നിൽക്കേണ്ടവർ, തെറ്റ് ചെയ്തവർ മാറി നിൽക്കുക തന്നെ ചെയ്യണം. ഒരു കാര്യം ചോദിക്കട്ടെ, എന്തായിരുന്നു ശൈലജ ടീച്ചറെ ഒരു വലിയ തീരുമാനത്തിന്റെ പുറത്ത് 2ാം മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത്? ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ തീരുമാനമെടുത്തപ്പോ എത്ര നേരം പറഞ്ഞു പിണറായിക്കെതിരെ ആളുകൾ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ രാഷ്ട്രീയ മര്യാദയുടെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനത്തിന്റെ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ പോലും എക്സ്ട്രീം ലെവലിൽ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മര്യാദ ഈ പാർട്ടി പ്രവർത്തകർ കാണിച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചറിനെ പേരാവൂരിലേക്ക് മാറ്റുമ്പോഴും ഒരു പകലിനപ്പുറത്ത് നിന്നില്ല ആ രാഷ്ട്രീയ വിശകലനങ്ങളും വിമർശനങ്ങളും. എല്ലാവരും പിണറായിക്ക് വിധേയരായി വന്നു എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിക്കുമ്പോ ടി കെ ഗോവിന്ദനും G സുധാകരനും കുഞ്ഞികൃഷ്ണനും പാർട്ടി വിട്ടു പോകുമ്പോഴും ഒക്കെ പിണറായിക്ക് കൊടിയുടെ കീഴിൽ നിന്നു ഈ പാർട്ടി പ്രവർത്തകർ. എന്നിട്ടിപ്പോ CPIക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഉപസ്ഥാനം കൊടുക്കില്ല എന്ന് പറയുമ്പോ, ഞങ്ങൾ തന്നെ തുടരുമെന്ന് പറയുമ്പോ, പാർട്ടിയിൽ നേതൃമാറ്റത്തിന്റെ ചിന്താഗതിയില്ല എന്ന് പറയുമ്പോ ഇനിയും അടിമപ്പെട്ടിരിക്കണോ? എന്തൊരു അടിമത്വമാണിത്! എന്തിനാണ് ഈ അടിമത്വം? ഈ പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമല്ല, പാർട്ടിയായി തന്നെ തുടരണമെന്ന ഏറ്റവും വലിയ നിലപാടിലേക്ക് വരണം. വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയണം ആളുകൾ, M സ്വരാജിനെ പോലെയുള്ള, P ജയരാജിനെ പോലെയുള്ള ഈ പാർട്ടിയുടെ ശബ്ദമായി ഇനിയും തിരിച്ചു വരണമെന്ന ആളുകൾ കാത്തിരുന്ന് പറയണം. ശൈലജ ടീച്ചർ മാധ്യമ സമ്മേളനം വിളിച്ച് തന്നെ പറയണം, ശൈലജ ടീച്ചറിനെ പുറത്താക്കുമോ നമുക്കൊന്ന് കാണണമല്ലോ. എത്ര നാളാണ് ഇങ്ങനെ അടിമപ്പെട്ട് പിണറായിയിൽ ഒതുങ്ങി ഈ പാർട്ടി ജീവിക്കുക? അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകണം. മതി പിണറായിയുടെ മുഖം മാത്രം ഈ നാട്ടിൽ കണ്ടത്. CPM-ന്റെ വിവിധ നേതാക്കളുടെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു നേതൃത്വം മതി എന്ന ശക്തമായ നിലപാടിലേക്ക് പാർട്ടി മാറേണ്ട സമയം എത്രമേൽ അതിക്രമിച്ചു.